മിമിക്രി അഥവാ അനുകരണം, ഇത് വളരെ ചുരുക്കം പേർക്കേ അറിയാവുള്ളൂ എന്നാണ് നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മിമിക്രി അറിയാത്തവരില്ല. ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടിരിക്കും. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ അച്ഛനെ അനുകരിക്കുന്നു, അമ്മയെ അനുകരിക്കുന്നു, അച്ഛനെങ്ങനെ ഇരിക്കുന്നു, അമ്മ എങ്ങനെ ഇരിക്കുന്നു, അവരെങ്ങനെ ഭക്ഷണം കഴിക്കുന്നു, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് കൈ കഴുകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂത്ത ജ്യേഷ്ഠന്മാരും ചേച്ചിമാരും അവരെങ്ങനെയാണ് പഠിക്കുന്നത്, അധ്യാപകരടുത്ത് ചെല്ലുമ്പോൾ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യുന്നു, മുകളിലോട്ട് ചെന്ന് കഴിഞ്ഞ് നമ്മളൊരു ഓഫീസ് ചെല്ലുമ്പോൾ നമ്മൾ സീനിയർ മോസ്റ്റ് ആളുകൾ, ഇതെല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ അവരെ അനുകരിക്കുകയാണ്. അതിനോടുകൂടി തന്നെ നമ്മൾ അവരുടെ മാനറിസംസൊക്കെ അനുകരിച്ച് വരുമ്പോഴാണ് നമ്മൾ മിമിക്രി കലാകാരന്മാരാകുന്നത്. എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞാൽ, ഞാൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിച്ചത് എറണാകുളം സെൻറ്റ് ട്രീസസിലായിരുന്നു. സെൻറ്റ് ട്രീസസ് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഉള്ളിലൊരു കള്ളച്ചിരി വരും. 4ാം ക്ലാസ് വരെ അവിടെ പ്രൈമറി ക്ലാസ് വരെ സെൻറ്റ് ട്രീസസിൽ ആൺകുട്ടികൾക്ക് പ്രവേശനമുണ്ട്. 1ഉം 2ഉം ഒക്കെ കഴിഞ്ഞ് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എന്നെ ആദ്യമായിട്ട് അവിടെ ഒരു ഡാൻസ് ഗ്രൂപ്പിലെടുത്തത്. ഇപ്പം എൻ്റെ ഡാൻസ് കാണുമ്പോൾ എല്ലാവരും ചിരിക്കാറുണ്ട്. പക്ഷേ അന്ന് ഇതേപോലെ ഡാൻസിൻ്റെ റിഹേഴ്സലെല്ലാം കഴിഞ്ഞിട്ട് 2 മണിക്കാണ് ഈ പെർഫോമൻസ്. 12 മണിക്ക് എത്തണമെന്ന് ടീച്ചർ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുഷ്പ ടീച്ചറാണ്. പക്ഷെ ഞാൻ എത്തിയപ്പോൾ 2 മണിയായിപ്പോയി. ഞാൻ കേട്ടതിൻ്റെ ചെറിയ പ്രശ്നമാണ്. ഞാൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഓടിയൊക്കെ വീട്ടിൽ നമ്മുടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കുമാണ് അറിയുന്നത് ഈ പ്രോഗ്രാം കഴിഞ്ഞു. അപ്പം അന്ന് ഞാൻ കുറച്ച് കരഞ്ഞു സത്യം പറഞ്ഞാൽ. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ അന്ന് നമുക്ക് അത്രയും ചിന്തിക്കാനുള്ള ഒരു കഴിവില്ലല്ലോ. ഈ അന്ന് ചെയ്ത അതേ ഡാൻസ് വെച്ച് തന്നെ 4ാം ക്ലാസ്സിലായപ്പം മറ്റൊരു പ്രോഗ്രാം സെറ്റ് ചെയ്തു. ഡാൻസ് അത് തന്നെ, പക്ഷേ അതിൻ്റെ ഔട്ടർ കംപ്ലീറ്റ് മാറ്റി. നമ്മുടെ ആലിബാബയും 41 കള്ളന്മാരും, അതിന് പകരം സ്റ്റേജ് ചെറുതായതുകൊണ്ട് 10 കള്ളന്മാരേ ഉള്ളൂ. ബാക്കിയുള്ള കഥാപാത്രങ്ങളെല്ലാം ഈ ആലിബാബയുണ്ട്, അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളെല്ലാം ഉണ്ട്. ഞാനിപ്പോൾ ആ ഓരോ ക്യാരക്ടേഴ്സിനെ ഓർക്കുന്നില്ല. ഞാനും അതിനകത്ത്, അതിൻ്റെ ഒരു ഫോട്ടോ എൻ്റെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനും അതിനകത്തൊരു കള്ളനായിരുന്നു. അങ്ങനെ എറണാകുളം സെൻറ്റ് ട്രീസസിൻ്റെ ഇപ്പോഴത്തെ ഓഡിറ്റോറിയം, കോളേജ് ഓഡിറ്റോറിയത്തിൽ, അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് അരങ്ങേറിയത്. ഏത് വർഷമാണെന്ന് ഞാൻ വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് പറയാം. ഏകദേശം 66ലൊക്കെയാണ്. അതിൻ്റെ പെർഫോമൻസ് കഴിഞ്ഞാൽ 68 ഒക്കെ ആയപ്പോഴാണ്. ആ പെർഫോമൻസ് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് സ്റ്റേജിൽ കയറുന്നതിനുള്ളൊരു താല്പര്യം വന്നു തുടങ്ങിയത്. ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എറണാകുളം സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂളിലാണ്. അപ്പോൾ ഞങ്ങൾ 3 പേരും, ഞങ്ങൾ താമസിക്കുന്ന സെൻറ്റ് ട്രീസസ് കോളേജിൻ്റെ അടുത്ത് തന്നെയാണ്. അന്ന് 6 പൈസയാണ് ടിക്കറ്റിന്, ST. അപ്പം ഞങ്ങൾ എൻ്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്, KS പ്രകാശ്, KS പ്രദീപ്. ഞങ്ങൾ 3 പേരും കയറുമ്പോൾ ടിക്കറ്റ് എടുക്കുന്നത് 3.6 എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നത്, 3.6. അങ്ങനെ ഞങ്ങൾ നോർത്തിൽ ഇറങ്ങുന്നു, സെൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ പഠിക്കുന്നു. അപ്പോൾ 5ാം ക്ലാസ്സൊക്കെ അങ്ങനെ പോയി. ഞാൻ ആ സ്കൂളിൽ ആർട്സ് ക്ലബിൻ്റെ എന്തോ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ എന്തോ സെക്രട്ടറിയോ കൺവീനറൊക്കെ ആയിരുന്നു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, ലീഡറോ. 6 പഠിക്കുമ്പോഴാണ് എനിക്ക് മോണോ ആക്ടിൻ്റെ ചെറിയ അസുഖം വന്നു തുടങ്ങിയത്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്കൂർ കുറച്ച് പ്രോഗ്രാംസൊക്കെ അവിടെ സെറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പാട്ട് പാടാവുന്നവർക്ക് പാട്ട് പാടാം, എന്തെങ്കിലും ഡാൻസ് അറിയാവുന്നവർക്ക് ഡാൻസൊന്നും ആൺകുട്ടികളുടെ കോളേജ് ആയതുകൊണ്ട് ആരും ഉണ്ടാവില്ല, അല്ല സ്കൂളായതുകൊണ്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതേപോലെ കൊച്ചു നുറുങ്ങുകളൊക്കെ എടുത്ത് വെച്ച് പഴം തിന്ന് കഴിഞ്ഞ് പഴത്തൊലി വലിച്ചെറിയും, നടന്നു പോകുമ്പോൾ തെന്നി താഴെ വീഴും, അപ്പോൾ എല്ലാവരും ചിരിക്കും. ഇതൊക്കെയാണ് അന്നത്തെ കോമഡികൾ. പക്ഷെ എന്നാലും ഞാൻ അത്യാവശ്യം ക്ലാസ്സിലൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വന്നു. അപ്പോഴും ഞാൻ മോണോ ആക്ടിന് സത്യം പറഞ്ഞാൽ എനിക്ക് അന്ന് 2nd പ്രൈസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തന്നില്ല 2nd പ്രൈസ്. അതും എനിക്ക് ഭയങ്കര ദുഃഖമായി പോയി. അപ്പോൾ പറഞ്ഞത് മോണോ ആക്ട് കോമ്പറ്റീഷൻ 8ാം ക്ലാസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ളൂ, എന്തിനാണ് പുള്ളി ചേർന്നത് ഇവിടെ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടും അന്ന് ഹൈസ്കൂൾ വിദ്യാർത്ഥികളുടെ കൂടെ മത്സരിച്ച് എനിക്ക് 2ാം സമ്മാനം കിട്ടിയെന്നുള്ളതാണ് സത്യം. അന്നും എനിക്കിതേപോലെ സമ്മാനം വാങ്ങുവാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചില്ല. പിന്നീട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാരാജാസ് കോളേജിൽ 73ലാണ് അന്ന് യൂത്ത് ഫെസ്റ്റ് നടക്കുക, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ. അന്ന് ഈ മിമിക്രി എന്ന് പറയുന്ന സംഭവം ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് 73ലാണ്. അന്ന് ഞാൻ ഈ റേഡിയോയിൽ കൂടെ ഇങ്ങനെ ആലപ്പി അഷ്റഫിൻ്റെ മിമിക്രിയൊക്കെ കേട്ടിട്ടുണ്ട്, മറ്റു ശബ്ദത്തിൽ പ്രേം നസീർ സാറിൻ്റെയൊക്കെ വോയിസിൽ. അപ്പോൾ 7 പഠിക്കുമ്പോൾ ഞാനിത് കണ്ടപ്പോൾ, നമ്മൾ സ്റ്റേജിൽ കണ്ടത്, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കൊച്ചിൻ അനീഫിക്ക സത്യനെയും ശിവാജി ഗണേശനെയൊക്കെ അനുകരിക്കുന്നതാണ്. അപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. ഒരാൾ മറ്റൊരാളുടെ ശബ്ദം, അത് അദ്ദേഹത്തിന് ആ ഫിഗറൊക്കെ വരും. സത്യൻ മാഷിൻ്റെയൊക്കെ അതേ ഫിഗറിലാണ് പുള്ളി അനുകരിക്കുന്നത്.
അതുപോലെ തന്നെ ആലപ്പി അഷ്റഫ് ഒരു ഇംഗ്ലീഷ് ട്രെയിലർ അവതരിപ്പിക്കും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഏകദേശം ശബ്ദങ്ങളൊക്കെ ഞാനിങ്ങനെ കുതിരയൊക്കെ അതേപോലെ ഒക്കെ അനുകരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതേപോലെ ചെയ്യുന്നുണ്ട്. അടുത്ത ശബ്ദം കാറ് പോകുന്നു, അപ്പോൾ ഞാനതുപോലെ സ്റ്റാർട്ട് ചെയ്തു, വളച്ചു. ഇതൊക്കെ എനിക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിലിരുന്ന് ഞാനിങ്ങനെ ഓരോ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സജീവുണ്ട്, ഒരു രഘുവുണ്ട്, ഇവരെല്ലാവരും കൂടെ എന്നെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യും, ഇത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എനിക്ക് ചെയ്യാനുള്ള ധൈര്യമൊന്നും കിട്ടിയിരുന്നില്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു മത്സരമൊന്നുമില്ല. അന്ന് മോണോ ആക്ട് എന്ന് പറയുമ്പോൾ ഇത് അവതരിപ്പിക്കാമോ, എനിക്ക് 8ാം ക്ലാസ് കഴിയണമല്ലോ എനിക്കിത് അവതരിപ്പിക്കാനായിട്ട്. അങ്ങനെ ആ പ്രാവശ്യവും എനിക്കിതിങ്ങനെ മനസ്സിൽ വെച്ചിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കൂടെ കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു പി ഭാസ്കരൻ മാഷിൻ്റെ 25ാം വാർഷികം എന്ന് പറഞ്ഞിട്ട് എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച്. മറൈൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് നികത്തിയിട്ടില്ല. ആകെ എറണാകുളം സീ ലോഡ് ഹോട്ടലിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ നികത്തിയിട്ടുള്ളൂ. എങ്കിലും അവിടെ ഒരു സ്റ്റേജ് കെട്ടിയിട്ട് അവിടെ പ്രോഗ്രാമാണ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് പോകാൻ ഭയങ്കര താല്പര്യം വന്നു. അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 പേരുടെ മിമിക്രിയാണ്. അത് 2 പേർ ആരൊക്കെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീ നെടുമുടി വേണു, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട സംവിധായകനായ ശ്രീ ഫാസിൽ സാറ്. വേണു ഫാസിൽ എന്നാണ് അവരുടെ ഒരു ടൈറ്റിലിൻ്റെ പേര്. അപ്പോൾ അവരുടെ പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമ്പ്രഷനായി. കാരണം കൂടുതൽ കോമഡി ആയിരുന്നു അവർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ 9th നിന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതുപോലെ ചെയ്യാനായിട്ട് ഒരുപാട്. അപ്പോൾ ഈ കൈയുടെ ഉള്ളിൽ കൂടെ വേറെ ആൾ കൈയിട്ട് സംസാരിക്കുന്നു. പിന്നീട് ഞങ്ങളത് അനുകരിച്ച് പല സ്റ്റേജിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേണുവേട്ടൻ ഇങ്ങനെ ഒരു വയസ്സനായിട്ട്, ആ വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യം ഇങ്ങനെയൊക്കെ മടക്കി വെച്ചിട്ട് പുള്ളി കൃത്യം ഒരു കിളവനാണ്. ഭയങ്കര ചിരിയ ഓഡിയൻസൊക്കെ. കാരണം അത് അങ്ങനൊരു സംഭവമില്ല. ഹാസ്യകലാപ്രകടനം എന്നൊക്കെ പറഞ്ഞ് സ്കൂളിൻ്റെ ആനിവേഴ്സറിക്കൊക്കെ ചില പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പം അന്ന് കണ്ടിട്ട് നമുക്ക് വളരെ ഇമ്പ്രഷൻ തോന്നിയിരുന്നില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇമ്പ്രഷനായിപ്പോയി. ഞാനിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് ഒന്നുകൂടെ എനിക്ക് കാണണം. അങ്ങനെ നോക്കിയപ്പോഴാണ് ഞാൻ 9th പഠിക്കുമ്പോൾ തന്നെയാണ് അറിയുന്നത് ടൗൺ ഹാളിൽ എൻ എൻ പിള്ള ചേറിൻ്റെ നാടകമുണ്ട്. അപ്പോൾ നാടകം തുടങ്ങുന്നത് 5:30 മണിക്ക് 6 മണിക്കാണ്. അപ്പോൾ ആ നാടകത്തിന് മുമ്പ് മിമിക്രി വേണു ഫാസിൽ. അപ്പോൾ കയറാനായിട്ട് എൻ്റെ കാശില്ല. അന്ന് 2 രൂപയൊക്കെ ഉള്ളൂ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിന് പോകാനായിട്ട്. അപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. പക്ഷെ നോക്കിയപ്പം ഏറ്റവും ചെറിയ ക്ലാസ് 5 രൂപയാണ്. ഞാൻ എവിടെ നോക്കിയോ തപ്പിയെടുത്തു. അങ്ങനെ കാശ് ഒരു 5 രൂപ ഉണ്ടാക്കി. കാരണം ഈ നാടകം കാണാനായിട്ട് 7 മണി മുതൽ 9 മണി വരെ നിൽക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം ഞാൻ താമസിക്കുന്നത് സെൻറ്റ് റീസസ് കോളേജിൻ്റെ അവിടെ. ഈ നാടകം നടക്കുന്ന എറണാകുളം ടൗൺ ഹാളിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഞാൻ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ എന്തൊക്കെ ഒരു കള്ളം പറഞ്ഞിട്ട് ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ടൗൺ ഹാളിൻ്റെ മുമ്പിലെത്തി. അതിൻ്റെ തൊട്ട് പുറകിലാണ് നമ്മുടെ സ്കൂള്, സെൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ. അവിടെ എത്തിയിട്ട് ഞാൻ 5 രൂപ ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ ബാൽക്കണിയിൽ കയറിയിരുന്ന് ഈ പ്രോഗ്രാം കണ്ടു. അന്ന് കണ്ടത് തന്നെയാണ്. പക്ഷേ എനിക്കിനി 5 പ്രാവശ്യം കണ്ടാലും 10 പ്രാവശ്യം കണ്ടാലും എനിക്കതിനോടൊരു അകൽച്ചയൊന്നും തോന്നില്ല. കാരണം അത് അത്രയും താല്പര്യമായിരുന്നു. എല്ലാവരും പറയില്ല റിപ്പീറ്റേഷനാണ്. മിമിക്രി കഴിഞ്ഞു, അടുത്ത അനൗൺസ്മെൻറ്റ് ബെല്ല് വന്നു, നാടകം ആരംഭിക്കുന്നു. പക്ഷേ നാടകം കണ്ടുകൊണ്ടിരുന്ന വീട്ടിൽ ബഹളമാണ്. ഞാൻ അപ്പം തന്നെ ചാടി ഇറങ്ങി ബസ്സിൽ കയറി ഞാൻ വീട്ടിലെത്തി. അപ്പം തന്നെ അച്ഛൻ ചോദിച്ചു, നീ എവിടെ പോയിരുന്നടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിരുന്നു എന്ന് പറഞ്ഞ്. അങ്ങനെ ഈ 9th പഠിക്കുമ്പോഴും ഞാൻ ഈ പ്രോഗ്രാം ഇതേപോലെ പ്രൊഫഷണലായിട്ട് ഈ പ്രോഗ്രാം കാണാനായിട്ട് പോകാറുണ്ടായിരുന്നു. ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് അന്നും ഈ ചിത്രം വരക്കാനുള്ള ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിത്രങ്ങൾ വരക്കാനായിട്ട് മത്സരിക്കാൻ ചേരുമ്പോൾ മറ്റൊരാളും കൂടെ അവിടെ ചേരുന്നുണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ. പുള്ളി നന്നായിട്ട് ചിത്രം വരക്കും. പുള്ളി കാരിക്കേച്ചേഴ്സാണ് വരക്കുന്നത്. അപ്പോൾ ക്ലാസ്സിലിരുന്നിട്ട് പുള്ളി ഒരു മാഷ് ക്ലാസ് എടുക്കുമ്പോൾ പുറകെ നിന്ന് ആ മാഷിൻ്റെ തന്നെ ഇരട്ടപ്പേരൊക്കെ ഉണ്ടാവുമല്ലോ മാസ്റ്റർമാർക്ക്, അത് തന്നെ കാരിക്കേച്ചറിൽ വരച്ചിട്ട് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അടുത്ത കുട്ടിക്ക് കിട്ടും. പുള്ളി ഇത് കാണും, അടുത്ത ആൾക്ക് കൊടുക്കും, അടുത്ത ആൾക്ക് കൊടുക്കും. ഈ 30 കുട്ടികളുടെ കയ്യിലൂടെ ഇതിങ്ങനെ മറിഞ്ഞു പോകും. ഈ മാഷ് തിരിയുമ്പോൾ തന്നെ മൊത്തം ചിരിയായിരിക്കും. കാരണം ഈ മാഷിനെക്കുറിച്ചുള്ള ഒരു കാരിക്കേച്ചറാണ് വരച്ചിരിക്കുന്നത് വിദ്വാൻ മറ്റാരുമല്ല, നമുക്കെല്ലാവർക്കും സുപരിചിതനായ സിദ്ദിഖ് ലാലിൻ്റെ കൂടെയുള്ള ലാലെന്ന് അന്ന് ആർക്കും അറിയില്ല പേര്. കാരണം പോൾ മൈക്കിൾ എന്നായിരുന്നു വിളിച്ചിരുന്നത്. പോൾ മൈക്കിളാണ് ഇത്തരം കുനിഷ്ടുകൾ ഉണ്ടാക്കുന്നത്. ഏത് മാഷിൻ്റെ പേര് ഇപ്പോൾ പോത്തെന്നാണെങ്കിൽ ആ പോത്തിൻ്റെ വരച്ചിട്ട് മാഷിൻ്റെ തല മുകളിൽ വരക്കും.
മനസ്സിലായില്ലേ? ഇപ്പോൾ കോഴിയിൽ നിന്നാണെങ്കിൽ ആ കോഴിയെ വരച്ചിട്ട് എൻ്റെ അപ്പോൾ അന്ന് 6-ലൊക്കെ പഠിക്കുമ്പം അങ്ങനെ ഒരു ക്രിയേഷൻ വരുന്നു എന്നുള്ളതിന് ഭയങ്കര രസമുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ മത്സരിക്കാൻ പോകുമ്പോൾ എനിക്കും ഇതേപോലെ എനിക്ക് പെൻസിൽ ഡ്രോയിങ്ങിനാണെന്ന് തോന്നുന്നു എനിക്കന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് സെക്കൻഡ് കിട്ടിയപ്പോൾ ലാലിന് ഫസ്റ്റ് കിട്ടി. അതുപോലെ തന്നെ ഈ മോണാക്ടിന് മത്സരിക്കാൻ ഞാൻ പോകുമ്പം എനിക്ക് ഫസ്റ്റ് കിട്ടിയ ലാലിന് സെക്കൻഡാണ്, പോൾ മൈക്കിളിന്. അടുത്ത പ്രാവശ്യം ലാലിന് ഫസ്റ്റ് കിട്ടുമ്പോൾ എനിക്ക് സെക്കൻഡാണ്. കാരണം ഇങ്ങനെ മാറി മാറിയാണ് കിട്ടുന്നത്. എൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റർ പുള്ളിയായിരുന്നു. 10 പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് സ്റ്റേജ് കയറാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ഷോർട്ടാണ്. ഈ ലാലിന് അന്നും ഇതേപോലെ ഹൈറ്റ് ഉണ്ടായിരുന്നു. വേണ്ട അപ്പം നീ ഭയങ്കര ചെറുതാണ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലാല് അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഈ 9th പഠിക്കുന്ന സമയത്ത് എനിക്ക് ഇതുപോലെ പ്രൈസൊക്കെ കിട്ടി. സ്കൂളിൽ നിന്ന് എനിക്ക് പ്രൈസൊക്കെ കിട്ടിയ ശേഷം എനിക്കന്ന് ഡിസ്ട്രിക്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അന്നും ഞാനിതേപോലെ എനിക്ക് പങ്കെടുക്കാനായിട്ട് ഞാൻ മാഷിൻ്റെ അടുത്ത് ചെന്നു. അഗസ്റ്റിൻ മാഷ് പറഞ്ഞു, ഈ മോണോ ആക്ടിനൊന്നും സ്കൂളിൽ നിന്ന് ആരെയൊന്നും വിടുന്നില്ല. അതായത് ഞാൻ അത്രയും ക്വാളിഫൈഡ് ആയിട്ടില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഭരതനാട്യമുണ്ട്, ഒരു ആൺകുട്ടി നന്നായിട്ട് ഭരതനാട്യം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗാനഗന്ധർവൻ എന്ന് പറയുന്ന ആൾ സജീവാണ്. ലൈറ്റ് മ്യൂസിക്കിനും വിടുന്ന ആൾ വിടുന്നുണ്ട്, മോണോ ആക്ടിനൊന്നും വിടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെ നിരാശനായിട്ട് ഇങ്ങ് വന്നു. ഒരു 2 ദിവസം സ്കൂളിൽ പോയില്ല, കാരണം എനിക്ക് പനിയായിരുന്നു. അപ്പോഴേ പറഞ്ഞു അഗസ്ത്യ മാഷ് അന്വേഷിച്ച് വന്നു എന്ന് പറഞ്ഞവിടെ ഞാൻ ഓടിച്ചെന്നു. തന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകാമെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും പറയണത്. അപ്പം ഞാൻ പറഞ്ഞു സന്തോഷം എന്ന് പറഞ്ഞു. മിമിക്രിയാണെന്നും ചെയ്യുന്നത് കേട്ടോ, ഇതിന് തമ്മിലുള്ള സെപ്പറേഷൻ ആയിട്ടില്ല. ഞാനും പോയി തൃപ്പൂണിത്തറ ഗവൺമെൻറ് സ്കൂളിൽ മത്സരങ്ങൾ തുടങ്ങി. സത്യം പറഞ്ഞാൽ ആ പ്രാവശ്യം പ്രൈസ് എനിക്ക് മാത്രം, എനിക്ക് ഡിസ്ട്രിക്റ്റിൽ സെക്കൻഡ് പ്രൈസ് കിട്ടി. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഒന്ന് ഡിസ്ട്രിക്റ്റിൽ കിട്ടിയെന്ന് പറഞ്ഞപ്പോഴേക്കും തൊട്ട് പരിസരത്തൊക്കെ ഉള്ളവർ അറിഞ്ഞു തുടങ്ങി. പരിപാടിക്ക് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാം എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി. പ്രൊഫഷണലായിട്ട് പോയാലോ എന്നൊക്കെ ചിന്തിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ പൈസയൊക്കെ വാങ്ങി പോകാനുള്ള സെറ്റപ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ലാല് കൂടുതൽ മിമിക്രിയിലല്ല പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ലാൽ എപ്പോഴും അന്ന് ഫാൻസി ഡ്രസ്സിലാണ്. ഫാൻസി ഡ്രസ്സിൻ്റെ ഒരു ടീം എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ആൻ്റണി അങ്ങനെ കുറച്ച് പേരുണ്ട്. സാധാരണ ലെവലിൽ നമ്മളിപ്പോൾ അറിയാമല്ലോ, ഒരാൾക്കൊരു 3 മാർക്ക് ഇട്ടാൽ 3.5 മാർക്ക് 4 മാർക്ക് ഇടുമ്പോൾ ഇവർക്ക് ഏകദേശം 10 മാർക്കിനടുത്ത് 9.5 മാർക്ക് കിട്ടും. അത്രയും റേഞ്ചാണ് ഇവരുടെ. കാരണം ഏതൊക്കെ സൂപ്പർ ആളുകൾ ഇവരുടെ പുറകിലുണ്ട് മേക്കപ്പൊക്കെ ചെയ്യാനായിട്ട്. മന്തുള്ള ആളെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും അതേപോലെ എവിടെ നിന്നൊക്കെ കാശും പഠിക്കുക, അല്ലെ രാജാവ് പടയാളി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത്രയും സൈസാണ് വന്നിട്ട് ഉള്ള. അങ്ങനെ ഭയങ്കര മേക്കപ്പാണ് ഇവരുടെ. അങ്ങനെ ഫാൻസി ഡ്രസ്സിൽ എപ്പോഴും ലാല് പ്രൈസ് വാങ്ങാറുണ്ട്. എനിവേ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ ലാലിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കഴുന്ന് കിടക്കുന്നു. അപ്പോൾ പറഞ്ഞു അത് ഇവിടെ ഒരു മിമിക്രി കാണിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ പ്രോഗ്രാം ചെയ്യാനൊക്കെ തയ്യാറായി. ആ സമയത്താണ് എറണാകുളം അയ്യപ്പൻകാവ് എന്ന് പറയുന്ന ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ അന്ന് ഒരു മിമിക്രി ഉണ്ടായിരുന്നു, അൻസാർ ജോർജ് എന്നിവരുടെ. ഞാൻ ഈ പ്രോഗ്രാം കാണാൻ പോവാം. പ്രോഗ്രാം കാണുകയാണല്ലോ അന്നത്തെ ജോലി. അന്ന് അവിടെ ചെന്ന് ഞാനിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും ആർട്ടിസ്റ്റുകൾ വന്നിട്ടില്ല. അപ്പോൾ എൻ്റെ അച്ഛൻ സോമശേഖരൻ പണിക്കർ, അച്ഛൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് ബാലകൃഷ്ണൻ ചേട്ടൻ. ബാലകൃഷ്ണൻ ചേട്ടൻ അവിടെ നിൽപ്പുണ്ട്. ഇതാരാ പണിക്കരുടെ മോനല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു താൻ മിമിക്രിയൊക്കെ കാണിക്കില്ലേ? ഞാൻ പറഞ്ഞു അതെ കാണിക്കും. എന്നാൽ താൻ ഒന്ന് സ്റ്റേജിൽ നിന്നിട്ട് 2 ഐറ്റം കാണിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ മിമിക്രി കലാകാരന്മാർ വരാൻ പോകുന്നുള്ളൂ. അതിനു മുമ്പ് ഇതാ KS പ്രസാദ് എന്ന് പറയുന്ന പേര് അനൗൺസ് ചെയ്തു. എറണാകുളം അയ്യപ്പൻകാവിൽ ഞാൻ ഒരു 15 മിനിറ്റ് നിന്ന് അങ്ങ് തകർത്തു. അപ്പോൾ കൊണ്ടുവന്ന ഒരാൾ എനിക്കൊരു ആഹാരം ഇട്ടു. മുമ്പ് ആർക്കും ആരോ വെച്ചിരുന്ന ആഹാരം എടുത്ത് തന്നതാണ്. ഇനി ഇട്ട് കഴിഞ്ഞു. ഞാനെന്തോ ആരൊക്കെ ആയെന്നായി. അത് കഴിഞ്ഞ് അവരുടെ മിമിക്രി കഴിഞ്ഞു. ഞാനിങ്ങ് പോരാൻ നേരത്തെ പുറകെ ഇങ്ങനെ കൈയടിച്ചു. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ബാലകൃഷ്ണൻ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ബാ മുകളിലോട്ട് വാ എന്ന് പറഞ്ഞു. ഞാൻ മുകളിലോട്ട് ചെന്നു.
ഒരു ചെറിയ പ്രോത്സാഹനമായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞൊരു കവർ എൻ്റെ പോക്കറ്റിൽ ഇട്ട് തന്നു. 10 രൂപ. ഞാൻ സത്യം പറഞ്ഞാൽ അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം. അദ്ദേഹത്തിൻ്റെ മകൻ സുനിൽ തഹസിൽദാറാണ്. തഹസിൽദാർ ഇപ്പം അസിസ്റ്റൻറ്റ് കളക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാനിത് ഇടയ്ക്ക് പറയാറുണ്ട്, സുനിലിൻ്റെ അച്ഛനാണ് എനിക്ക് ആദ്യമായിട്ട് പ്രതിഫലം തന്നതെന്ന്. അത് കഴിഞ്ഞ് അത് വെച്ചിട്ട് ഞാൻ ഷർട്ട് എടുത്തു കേട്ടോ. എൻ്റെ ഒരു കസിൻ ഭാർഗവി ചേച്ചിയായിട്ട് പോയിട്ട് ഞാൻ ഷർട്ട് എടുത്തു. 2 ഷർട്ട് എടുത്തു അന്ന് 10 രൂപയ്ക്ക്. അന്ന് എൻ്റെ ചേട്ടന് സത്യം പറഞ്ഞാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ ഞങ്ങളെ ചിലവ് ചെയ്യാനായിട്ട് കൊണ്ടുപോയത് ഭാരത് കോഫി ഹൗസാണ് നമ്മുടെ ബ്രോഡ്വേയിലുള്ള. അന്ന് ഞങ്ങൾക്ക് 6 പേർക്ക് മസാല ദോശ നെയ്റോസ്റ്റൊക്കെ വാങ്ങിച്ചു തന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന 10 രൂപയാണ്. കാരണം മസാല ദോശ നെയ്റോസ്റ്റിനൊക്കെ 30 പൈസ 35 പൈസയേ ഉള്ളൂ. 10 രൂപ വെച്ച് നമ്മൾ കുശാലായിട്ടാണ് അന്ന് കഴിച്ചത്. എല്ലാവരും ചായയും മസാല ദോശ നെയ്റോസ്റ്റും അങ്ങനെയുള്ള പലഹാരങ്ങൾ വെച്ച്. അത് മതി. ആ 10 രൂപയാണ് നമുക്ക് തന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ആ എമൗണ്ട് അന്നത്തെ ഒരു എന്താ പറയുക, അന്ന് ആ കാലഘട്ടത്തിൽ അതൊരു വലിയൊരു എമൗണ്ടായിരുന്നു. അത് മുതൽ ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റായി. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 45 വർഷം കഴിഞ്ഞു ഞാൻ ഈ ഫീൽഡിലോട്ട് കടന്നിട്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഷൂട്ടിംഗ് കാണുന്നത്. അത് ഈ KG ജോർജ് അദ്ദേഹം സംവിധാനം ചെയ്ത ഓണപ്പുടവ എന്ന സിനിമ. അന്ന് കുറേ താരങ്ങളെ അടുത്ത് നിന്ന് കണ്ടു. പലർക്കും താരങ്ങളുടെ അടുത്തോട്ട് പോകാനായിട്ട് പറ്റാത്ത ഒരു സാഹചര്യം. എറണാകുളം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ട് പുറകിലാണ്. പക്ഷേ ഈ താരങ്ങളെല്ലാം വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഇന്നത്തെ പോലെ കാരവനൊന്നും ഇല്ലല്ലോ. അന്ന് ഒരു ഓലപ്പുര കെട്ടിയിട്ടുണ്ട്. ഈ ഓലപ്പുര കെട്ടിയിരിക്കുന്നത് എൻ്റെ ക്ലാസ്മേറ്റ് ലാലിൻ്റെ വീട്ടിനകത്താണ്. അപ്പോൾ എനിക്കവിടെ കയറി ചെല്ലാൻ പറ്റും. അപ്പം നമുക്കവിടെ ഒന്ന് ഒളിഞ്ഞൊക്കെ നോക്കാം. ബഹദൂർക്കയുണ്ട്, ശാരദയുണ്ട്. എനിക്ക് ഇപ്പോഴും അതിനകത്ത് ചിരി വരുന്നൊരു കാര്യമുണ്ട്. രാത്രിയും ഷൂട്ടിംഗ് കാണാൻ പോകുമായിരുന്നു. വീട്ടിൽ പെർമിഷനൊക്കെ വാങ്ങിച്ച് ഞാൻ രാത്രി ഷൂട്ടിംഗ് കാണാൻ പോകും. അപ്പോൾ എനിക്കിപ്പോഴും ചിരി വരുന്നത്, നമ്മളിപ്പോഴത്തെ അഭിനയത്തിൻ്റെ രീതിയൊക്കെ സിനിമ മൊത്തം മാറിയല്ലോ. ഇപ്പോഴത്തെ ചിത്രങ്ങളിലൊക്കെ വളരെ ലൈഫാണ്. അപ്പോൾ അന്നിങ്ങനെ ബഹദൂർക്ക കയ്യിൽ ആപ്പിളുമായിട്ട് വരുന്നു. അപ്പോൾ കുറേ ഗുണ്ടകൾ അപ്പോൾ അതിലെ വന്ന് വളയുന്നു. അപ്പോൾ അതിനകത്ത് വണ്ണമുള്ള ഒരാളുണ്ട്. അപ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ പുള്ളി ഈ മീശയൊക്കെ പിരിച്ച് ഇങ്ങനെ കാണിക്കും, ആക്ഷനൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം ഇവിടുന്ന് ഡയറക്ടർ വിളിച്ചു പറയും, ബഷീറേ നിങ്ങൾ അഭിനയിക്കേണ്ട, വെറുതെ അവിടെ നിന്നാൽ മതി എന്ന് പറയും. കാരണം ഇപ്പോൾ നമുക്കത് പറയുമ്പോൾ മനസ്സിലാവും. വീണ്ടും ആക്ഷൻ പറയുമ്പോൾ പുള്ളി ഈ ഗുണ്ടയല്ലേ, ഗുണ്ടേത ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ നിങ്ങൾ ഗുണ്ടയാണ്, പക്ഷേ നിങ്ങൾ വെറുതെ അവിടെ നിന്നാൽ മതി. അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത സംഭവങ്ങളാണ്. കാരണം ഇങ്ങനെയൊന്നും അഭിനയിക്കേണ്ട കാര്യമൊന്നുമില്ല, വെറുതെ അവിടെ നിന്നാൽ മതി. മനസ്സിലായില്ലേ? അല്ല നമ്മളൊരു നമ്മുടെ ഒരു ഇര എന്ന് പറയുന്ന ആൾ പോകുമ്പോൾ തന്നെ നമ്മൾ ആക്ഷനൊന്നും ഇടില്ല. അതാണ്. പക്ഷെ അന്ന് നമുക്കത് മനസ്സിലായി. അത് പറഞ്ഞപ്പോൾ തന്നെ എന്ത് ഗംഭീരമായിട്ട് ഇദ്ദേഹം ഡയറക്റ്റ് ചെയ്യുന്നതെന്ന്. എന്നിട്ട് ബഹദൂർക്കേനെ എടുത്തിട്ട് തല്ലുന്നു. അതേപോലെ നമ്മൾ ആപ്പിൾ തട്ടുന്നു. പിന്നെ അടുത്ത ഷോട്ട് ക്യാമറ താഴെ വെച്ചത് ആപ്പിൾ താഴെ വീഴുന്നു. ഇങ്ങനെ ഡിവൈഡ് ചെയ്താണല്ലേ ഷോട്ട് എടുക്കുന്നതെന്നൊക്കെ നമ്മളന്ന് പഠിച്ചതാണ്. അടൂർബാസിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ആ സിനിമയിൽ. അപ്പോൾ അദ്ദേഹമൊക്കെ ഇവർ ലാലിന് ഭയങ്കര ഭാഗ്യമാണ്. കാരണം ലാലിൻ്റെ വീട് കൊച്ചാപ്പയുടെ വീട്ടിലല്ല ലാൽ താമസിക്കുന്നതെന്ന്. അപ്പോൾ ആ വീടിൻ്റെ അകത്ത് തന്നെ ഒരു പന്തലിട്ടിട്ട് എല്ലാവരെയും നേരിട്ട് കാണാനും ഒക്കെ ഉള്ളൊരു ഭയങ്കര ഒരു ചാൻസ് കിട്ടി പുള്ളിക്ക്. അതിനുശേഷമൊക്കെ ഷൂട്ടിങ്ങൊക്കെ വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഷൂട്ടിംഗ് കാണുന്നതും ഈ താരങ്ങളെയൊക്കെ അടുത്ത് കാണുന്നതൊക്കെ. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നു. കാരണം അധികം വികൃതിയൊന്നും കാണിക്കില്ല, വളരെ സൈലൻറ്റ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത്രയും ഡീസൻ്റ് ആണോ എന്ന് വിചാരിക്കും. അങ്ങനെ ഡീസൻ്റ് ആയതല്ല. എൻ്റെ ഈ സ്കൂളിൻ്റെ നേരെ മുമ്പിലാണ് റെയിൽവേ ലൈൻ. ആ റെയിൽവേ ലൈനിൻ്റെ ഇപ്പുറത്താണ് എൻ്റെ അച്ഛൻ്റെ റേഷൻ കട. അപ്പോൾ എൻ്റെ അച്ഛനും ഈ അധ്യാപകരും എല്ലാവരുമായിട്ട് അച്ഛൻ ആ സ്കൂളിൽ കൊണ്ട് ചേർക്കാൻ കാര്യം തന്നെ അച്ഛനെ നോട്ടം കിട്ടാനാണ്. അപ്പോൾ ഞങ്ങൾ ആ സ്കൂളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്ത് വികൃതി കാണിച്ചാലും പഠിച്ചില്ലെങ്കിലും അപ്പോൾ ഈ അധ്യാപകരൊക്കെ ആയിട്ട് അച്ഛന് നല്ല കണക്ഷനാണ്. ഉടനെ അച്ഛൻ്റെ ചെവിയിലെത്തും ഇത്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ വളരെ ഡീസൻ്റായിട്ടാണ് ഞാൻ ആ സ്കൂളിൽ ജീവിച്ചത്. പക്ഷേ 9th കഴിഞ്ഞ് 10th ആയപ്പോൾ അച്ഛൻ അവിടെ റേഷൻ കടയൊക്കെ നിർത്തി. എങ്കിലും അച്ഛൻ്റെ മകൻ എന്ന നിലക്ക് ഈ പണിക്കരേട്ടൻ്റെ മകൻ എന്ന് പറയുന്ന അവിടെ എല്ലാവരും എൻ്റെ അച്ഛനെ പണിക്കരേട്ടാണ് വിളിക്കുന്നത്. പിൽക്കാലത്ത് ഞാൻ ചാനലിൽ പ്രോഗ്രാമൊക്കെ തുടങ്ങിയപ്പോഴും ഒരു പണിക്കരേട്ടൻ എന്നൊരു കഥാപാത്രം ഞാൻ ഉണ്ടാക്കിയെടുത്തതിന് കാരണവും അതുതന്നെയാണ്. എൻ്റെ വീടിൻ്റെ പേരും പണിക്കർ വില്ല എന്നാണ്. ഞാൻ ഒരു സ്ഥാപനം തുടങ്ങിയതും പണിക്കർ ഏജൻസീസ് ആയിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ അവിടെ ഉള്ളത് കൊണ്ട് ഞാൻ വളരെ ഡീസൻ്റായിരുന്നു. അല്ലെങ്കിൽ ഞാൻ വലിയ വികൃതിയൊന്നും കാണിക്കുന്ന പയ്യനൊന്നും അല്ല. എനിവേ ആ പഴയ ഓർമ്മകൾ ഒരുപാട് എനിക്ക് പറയാനുണ്ട്.
ഈ കലാഭവനിലെത്തുന്നതിന് മുമ്പ്. പക്ഷേ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് 10ാം ക്ലാസ്സിലല്ല 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കലാഭവൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഞാൻ കാണുന്നത്. അപ്പോൾ പറയുകയാണ് പ്രേം നസീർ വരുന്നുണ്ട്, എടാ നസീർ വരുന്നുണ്ടാ, നസീർ കൊണ്ടുവരണ്ടാ. അപ്പം അങ്ങനെയല്ല നമ്മളെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ളൂ. നമ്മളിപ്പോഴത്തെ പ്രേം നസീർ അല്ലെങ്കിൽ നസീർ സാർ എന്നൊന്നും പറയാനുള്ള ഒരു പക്വതയൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ചോദിക്കും എന്താണെന്ന് പറഞ്ഞാൽ ആ കലാഭവനിൽ നസീർ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് വരുന്നത് 1 മണിക്കാണ്. അവിടെ തറക്കല്ലിടാനോ എന്തോ കാര്യത്തിന് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ആ സ്കൂളിൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നത് വാരി വലിച്ച് തിന്നിട്ട്, അതോ കഴിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങളെല്ലാം കൂടെ സ്കൂളിൽ നിന്ന്, ഈ സെൻറ്റ് അഗസ്റ്റിൻ ഹൈസ്കൂൾ എന്ന് പറഞ്ഞാൽ കലാഭവൻ്റെ പുറകിലാണ് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ല. ഞങ്ങളവിടെ നിന്ന് ഓടി എത്തിയപ്പോൾ നസീർ സാർ അദ്ദേഹം ഒരു കാറിൽ അങ്ങനെ യാത്ര ചെയ്ത് പോകുന്നു. അതാണ് ആദ്യമായിട്ട് കാണുന്ന മറ്റൊരു താരത്തെ, സൂപ്പർ താരം. ആബേലച്ചനെന്ന് നമുക്കറിയില്ല. ആ കെട്ടിടം കണ്ടിട്ടുണ്ട്, അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടെന്നറിയാം. ഈ ഉദ്ഘാടനത്തിന് അദ്ദേഹം വന്നു എന്നറിയാം. പക്ഷെ ഇത്തിരി നേരത്തെ വന്നിരുന്നെങ്കിൽ അടുത്തുനിന്ന് കാണാമായിരുന്നു, ഏതായാലും കാറിൽ പോകുന്നെങ്കിലും കാണാൻ സാധിച്ചു. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിയുമ്പോൾ ഞാൻ ആലോചിക്കും, ഞാനന്ന് 75-ലോ 74-ലോ അന്ന് കലാഭവനിൽ ഓടി, 75-ലാണ് ഓടി വന്ന് കണ്ടു. ഇപ്പോൾ ഞാൻ കലാഭവനിൽ 40 വർഷമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഞാൻ 1980-ലാണ് കലാഭവനിലെത്തിയത്. ഇപ്പോൾ ഞാൻ കൊച്ചിൻ കലാഭവൻ്റെ സെക്രട്ടറിയാണ്. കലാഭവൻ്റെ ഒരു 10ഓളം ഫ്രാഞ്ചൈസികളുണ്ട് വിദേശത്തും. അതെല്ലാം നമുക്ക് നടത്തിക്കൊണ്ട് പോകാനും അവിടെ പഠിക്കുന്ന 2500 വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ മറ്റ് ഫ്രാഞ്ചൈസികൾ, അവിടെ സ്ഥാപനങ്ങൾ ബ്രാഞ്ചസിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇതെല്ലാം നോക്കാനായിട്ടും ദൈവം ഒരു വലിയൊരു ഭാഗ്യം നമുക്ക് തന്നു. അപ്പോൾ അന്നൊരിക്കലും ഞാൻ കരുതിയിരുന്നില്ല ഈ ഒരു സ്ഥാപനത്തിൽ ഞാൻ എത്തുമെന്ന്. കുറേ കഴിഞ്ഞ് ഞങ്ങൾ ആ ഒരു ചെറിയ നാട്ടുവഴികളിലൂടെ നടന്നിട്ട് വീണ്ടും ഒരു കടവിലെത്തുകയാണ്. ആ കടവിലെത്തുമ്പോൾ അവിടെ ഒരു വള്ളത്തിൽ ഒരാൾ നിൽക്കുന്നു. ഈ വള്ളത്തിൽ തുഴഞ്ഞ് അപ്പുറത്തെ കടവിലെത്തുന്നു. ആ 2ാമത്തെ കടവിൽ നിന്ന് ഇതേപോലെ ഇടവഴികളിലൂടെ പോയി ഞങ്ങളൊരു സന്ധ്യയായപ്പോൾ ഒരു അമ്പലത്തിലെത്തി. ഈ അമ്പലത്തിൽ ഒരു കോളാമ്പിയും ഒരു മൈക്കും മാത്രമേ ഉള്ളൂ. സ്റ്റേജില്ല. സ്റ്റേജിന് പകരം മണ്ണ് വെച്ച് ഒരടി പൊക്കത്തിൽ കെട്ടിയിരിക്കുക.